Welcome back to our online class. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. In today's class, we are going to unlock a new topic. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കാണ് അൺലോക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. In the Attic by വാഡിസ്ല സ്പെൽമാൻ. In the Attic എന്ന ചെറിയൊരു പാഠഭാഗം. ഇത് ഒരു ഷോർട്ട് സ്റ്റോറി ഒന്നുമല്ല കേട്ടോ. നമ്മുടെ വാഡിസ്ല സ്പെൽമാന്റെ മെമ്മോയർ ആയിട്ടുള്ള ദ പിയാനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെമ്മോയറിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയൊരു പോർഷൻ ആണ് ഇൻ ദ അറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം 1933 1945 കാലഘട്ടങ്ങളിൽ ജർമ്മനിയിൽ മറ്റു ജൂത വിരോധം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊടികുത്തി വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ജൂതമതക്കാരെ എവിടെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ട് പോവുക, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇടുക അല്ലെ. എന്നിട്ട് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അവരെ ക്രൂരമായിട്ട് എന്ത് ചെയ്യുക, പീഡിപ്പിക്കുക, ഉപദ്രവിക്കുക. അതുപോലെ തന്നെ അവർ ഗ്യാസ് ചേമ്പറിൽ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഗ്യാസ് ചേമ്പറിലൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, അവരെന്ത് ചെയ്യുക, കൊല്ലുക. അത്തരത്തിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ നമ്മുടെ വാഡിസ്ല സ്പെൽമാൻ ഏകദേശം ഒരു 4-5 കൊല്ലം അദ്ദേഹം ഹൈഡായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായി, താമസിച്ചിട്ടുണ്ടായിരുന്നു. അത് ജീവനിൽ പേടിച്ചിട്ട് അല്ലെ, ജർമ്മൻ സൈന്യത്തെ പേടിച്ചിട്ട് ഹൈഡായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലുള്ള അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഇൻ ദ എറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം പറഞ്ഞു തരുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ മെമ്മോയറിന്റെ പേര് ദ പിയാനിസ്റ്റ് എന്നാട്ടോ. അത് 1946 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ.